ഇഞ്ഞൊരാഴ്ച വരെ ഏതോ കാലത്ത് വരെ കയറ്റേണ്ടി വരുമ്പോ എന്റെ മക്കൾക്ക് വരെ കയറ്റേണ്ടി വരുമ്പോ ഇത് വേണ്ടി വരൂലേ, അപ്പൊ നമ്മൾ ഇറക്കാൻ പോണ്ടി വരൂലേ എന്ന് തോന്നുന്ന ഈ തരത്തിലുള്ള മേലാൽ വരുന്നത് വരെ ചിന്തിച്ചിട്ടുള്ള ഈ നഷ്ടബോധങ്ങളൊക്കെ നമുക്കിടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ദുർവികാരം, ഇതിന് അറബിൽ പറയുന്ന പേരാണ് ശുഹ്. ഇതിനൊന്നും ഒറ്റവാക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പലജാതി തോന്യാസങ്ങൾ മനസ്സിൽ തോന്നിക്കുന്ന പിശുക്കിന്റെയും ലുബ്ധിന്റെയും യഥാർത്ഥ കാരണമാകുന്ന, യഥാർത്ഥ നിമിത്തമാകുന്ന ദുർഗുണം എന്താണോ ആ ദുർഗുണം തന്നെ പ്രകൃതിയിൽ നിന്ന് നീക്കപ്പെട്ടവരാണ് അൻസാറുകൾ. അവരാണ് മദീന നിവാസികളായ സ്വഹാബത്ത്. അങ്ങനെ വല്ലവനെയും കാക്കപ്പെട്ടാൽ 5 ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് ലക്ഷ്യം നേടിയ, ആഖിർ നേടിയ വിജയികൾ. 6 ഈ 6 ഗുണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളെയും വിവരിക്കുന്നു. നോക്കിങ്ങൾ, ഈ 2 കൂട്ടരെ വിവരിച്ചിട്ട് ഇങ്ങുള്ളവർക്കൊന്നുമില്ലേ, ഇങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ വാക്ക്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഖുതുബ അവസാനിപ്പിക്കുമ്പോൾ ഖതീബ് മിമ്പറിൽ ഓതുന്ന ആയത്ത്, ആ ദുആ അത് അല്ലാഹു തആല പഠിപ്പിച്ച ആയത്താണ് 10ാമത്തെ ആയത്ത്. ഇപ്പൊ ഹശ്ർ സൂറത്തിലെ 8, 9, 10 ഈ 3 ആയത്തുകളിൽ അല്ലാഹു മുസ്ലിം സമുദായത്തെ, ഉമ്മത്ത് മുഹമ്മദ് മുത്തനബിയുടെ സമുദായത്തെ മൊത്തം 3 വിഭാഗമാക്കി തിരിക്കുക. 1 മുഹാജിറുകൾ, 1 അൻസാറുകൾ. ഇത് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സ്വഹാബത്തിലെ പ്രധാനപ്പെട്ട 2 കൂട്ടർ. ഇനി അല്ലാഹു പറയുന്നു വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരൊക്കെ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ, നബിന്റെ കാലത്തുള്ള സ്വഹാബത്തായാലും ശരി, ശേഷം വരുന്നവരായ താബിഈങ്ങളാണെങ്കിലും ശരി, താബിഈങ്ങൾക്ക് ശേഷം വരുന്ന താബിഈകളാണെങ്കിലും ശരി, ഒരു പദവിയും അവകാശപ്പെടാനില്ലാത്ത വർത്തമാനകാലത്തെ ഇന്നത്തെ മുസ്ലിം സമുദായമാണെങ്കിലും ശരി, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകൾ അൻസാറുകൾക്ക് ശേഷം ദീനിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏതു വിഭാഗവും യഖൂലൂന, അവർ പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവരാണ്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായ എല്ലാവരും. ആ പ്രാർത്ഥന ഇപ്പം നമ്മൾ ഈ വെള്ളിയാഴ്ച എല്ലാവരും കൂടി കൂടുമ്പോൾ നിറവേറ്റണം. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഖതീബ് നിറവേറ്റുക, നമ്മൾ ആമീൻ എന്നറിയില്ലേ. അപ്പം നമ്മളൊക്കെ കൂടി ദ്വാരക്കുന്നുണ്ട്. ഈ ദ്വാ നടത്താത്തവരാരുമില്ല. സുന്നി പള്ളിയിൽ ജുമാക്ക് കൂടുന്ന എല്ലാവരും ദ്വാരക്കുന്നുണ്ട്. ബാറിലോത്ത് ദ്വാരക്കുണ്ടോന്ന് നമ്മൾ കൂടി നോക്കിയിട്ടില്ലല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള പള്ളിയിൽ ജുമാക്ക് കൂടുന്ന മുഴുവൻ വിശ്വാസികളും ആഴ്ചയിൽ ഒരു ദിവസം ഈ ദ്വാ ദ്വാരക്കാത്തവരില്ല. ബോധമുള്ളവരൊക്കെ നിസ്കാര ശേഷവും ദ്വാരക്കും. എന്താണ് ഈ ദ്വാ? ശേഷം ആര് വന്നാലും അവരൊക്കെ ദ്വാരക്കാൻ കടപ്പെട്ടവരാണ്, പറയേണ്ടവരാണ്. അല്ലാഹു പറയാ, എന്താ പറയേണ്ടത്? റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തുണ്ട റബ്ബേ. എന്ത് പറയേണ്ടാത്തോ? വേറെ ആരുമില്ല, ലോകത്ത് ആരുമില്ലത് പറയേണ്ടാത്തോ. ഞങ്ങൾക്ക് പുറത്തുണ്ട റബ്ബേ. അതായത് അവനവന്റെ പാപങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടേണ്ടവരാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരവരുടെ കാര്യത്തോടൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർന്ന് അവരുടെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞോളണം, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വലിഇഖ്വാനിന, ഞങ്ങൾക്ക് മാത്രം പോരാ നിന്റെ മഗ്ഫിറത്ത്, ഞങ്ങളുടെ സഹോദരന്മാർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ. ഏത് സഹോദരന്മാർ? അല്ലദീന സബഖൂനാ, ഞങ്ങൾക്ക് മുമ്പിൽ അവർ മുന്തി നിന്നു, ബിൽ ഈമാൻ, ഈ ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ ജയിച്ചു നിന്നു. ഞങ്ങൾക്ക് ദീൻ ഈമാൻ കൈമാറി തന്ന കൂട്ടർ, മുൻപേ ഞങ്ങൾക്ക് മുൻപിൽ ഈമാൻ കൊണ്ടിട്ട് ഈമാൻ ഞങ്ങൾക്ക് കൈമാറിയ വന്ന കൂട്ടർ, ആ കൂട്ടർക്കും നീ മഗ്ഫിറത്ത് നൽകണേ. ഇത് നബിയുടെ മുഹാജിറുകൾ അൻസാർ എന്ന് പറയുന്ന സ്വഹാബത്തിന് ശേഷം വന്നവരൊക്കെയും പറയണം. ഒക്കെയും പറഞ്ഞാൽ എന്തുണ്ടാവും? ആദ്യ തലമുറ മുതൽ ഇന്ന് വരെയുള്ള തലമുറകളൊക്കെയും സ്വന്തം കാര്യം ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ കാര്യത്തോടൊപ്പം ആഖിറത്തിലെ പദവിയുടെ കാര്യമാണ് ദുആയെങ്കിൽ
ആഖിറത്തിലെ അത്യാവശ്യപ്പെട്ട പാപമോചനത്തിന്റെ കാര്യമാണ് ദുആ എങ്കിൽ ആ ദുആയിൽ ഒരു പങ്ക് അവന്റെ മുൻഗാമികളായ മുഹാജിറുകൾ അൻസാറുകൾക്ക് നൽകും. നമ്മൾ ഇപ്പൊ വർത്തമാന ബലവും ഉദാഹരണാലോ, ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞോർക്കും, അതിന്റെ മുമ്പത്തെ കൊല്ലം കഴിഞ്ഞോർക്കും, അതിന്റെ മുമ്പത്തെ കൊല്ലം കഴിഞ്ഞോർക്കും, അതിന്റെ തലമുറകൾ മുമ്പ് കഴിഞ്ഞോർക്കും, എല്ലാ തലമുറകളും കടന്നിട്ട് മുഹാജിറുകൾ അൻസാറുകൾക്കും എത്തും. ഇപ്പൊ നിങ്ങൾ കൂട്ടി നോക്കി, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും എത്ര തലമുറയുടെ ദുആകൾ കിട്ടി. ഒരു 100 കൊല്ലത്തില് ഒരു 2.5 തലമുറയെങ്കിലും കടന്നു പോകും. തലമുറകളുടെ കണക്ക് ഇപ്പൊ വ്യത്യാസം ഉണ്ടാവും, അതിനൊന്നും നിജമായ കണക്കൊന്നും അതിലുണ്ടാവില്ല. ഒരു 40 കൊല്ലം ശരാശരി ഒരു തലമുറനെ കൂട്ടിക്കൊള്ളി, അതാണ് ഇതിന്റെ ശരിക്കണക്ക്. ഒരു 40 കൊല്ലത്തെ ശരാശരിയിലെ ഒരു തലമുറ വെച്ചിട്ട് മുത്തുനബിയുടെ മുഹാജിറുകൾ അൻസാറുകൾ കടന്നുപോയ ശേഷം തലമുറകളായി നടന്നു വന്ന മുസ്ലിമീങ്ങളൊക്കെ ചെയ്യുന്ന ദുആയിൽ ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന മുസ്ലിമീങ്ങൾക്കും സഹോദരങ്ങൾക്കും പടച്ചോനെ ഞങ്ങൾക്ക് തരുന്ന മൗഫറത്തിന് നീ അവർക്കും നൽകണേ എന്ന് കൂട്ടിച്ചേർത്ത് ദുആ ചെയ്തത് മുഴുവൻ ലഭിച്ചവരാരുണ്ട് ഈ സമൂഹത്തിൽ? മുഹാജിറുകളും അൻസാറുകളും അല്ലാതെ ആരുമില്ല. ഞമ്മക്ക് കിട്ടും നമ്മളെ ശേഷം വരുന്ന തലമുറന്റെ ദുആ, നമ്മളെ മുമ്പത്തെ തലമുറക്ക് കിട്ടും നമ്മളെ ദുആ. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടേ പോവുള്ളൂ. ഇവരെല്ലാവരുടെയും ദുആ നേടിയിട്ടുള്ളവരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹാജിറുകൾ അൻസാറുകൾ എന്ന സ്വഹാബത്ത്. എന്ന് മാത്രമല്ല, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ മനസ്സിൽ നീ ആക്കരുത് നാഥ, ഗില്ലൻ ഒരു പോരും, ലില്ലദീന ആമനു, വിശ്വസിച്ചവരായിട്ടുള്ള ഇന്നുള്ളവരും കഴിഞ്ഞുപോയവരും മുൻഗാമികളുമായ ആരോടും ഒരു പോരും. ഇത് പോര് എന്ന് പറഞ്ഞാൽ ഞങ്ങള് മനസ്സിന്റെ അകത്ത് ഒളിഞ്ഞൊരു ദേഷ്യം തോന്നുക എന്നെ ബദരീങ്ങൾ 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 എന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോ നമ്മൾ പറഞ്ഞോലോടല്ല, ഒലക്കമല്ല ബദരീങ്ങൾ എന്നാണോ നിഷേധി നമ്മളോടല്ലോ. നമ്മൾ ബദരീങ്ങൾ 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 എന്ന് 4 വട്ടം പറഞ്ഞാൽ നിഷേധിക്ക് ദേഷ്യം തോന്നുക ആരോടാ? ഒലക്കമല്ലൊരു ബദരീങ്ങള്. ഇവരെല്ലാരും കൂടി പറഞ്ഞിട്ട് ഓലാരാണ് അപ്പം തോന്നണേ ഈനാണ് ഈ പോര്. ഇതൊക്കെ പോരിന്റെ ശരിക്കുള്ള ഉദാഹരണങ്ങളാണ്. ഹൃദയത്തിന്റെ അകത്ത് ഒളിഞ്ഞു വെറുതെ ഒരു ദേശം, അത് നേരിട്ടുള്ളവരോട് തോന്നാ. ഇത് മേലേ തലവരെയുള്ള ഒരു സത്യവിശ്വാസികളുടെ തലമുറയോടും ഞങ്ങൾക്ക് നീ ഹൃദയത്തിലാക്കല്ല. റബ്ബന ഇന്നക റഊഫുർ റഹീം, പടച്ചോനെ നീ വലിയ റഅഫത്തുള്ളവനും റഹ്മത്തുള്ളവനും തന്നെയാകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും പോര് തരലേ എന്ന് ദുആ ചെയ്യുമ്പോ ഇത് ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് എല്ലാ ബേക്കൽ വരുന്നവരും. ഈ ആയത്തുകൾ ബഹുമാനപ്പെട്ട ഇമാം റാസി മിക്ക മുഫസ്സിറുകളും ഇത് വിവരിക്കുന്നുണ്ട്. വഅലം അന്ന ഹാദിഹിൽ ആയാതി, ഈ 3 ആയത്തുകൾ ഖദ് ഇസ്തൗഅബത് ജമീഅൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മുഴുവൻ വിഭാഗത്തെയും ഇത് മുഴുവത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടിട്ടുണ്ട്. അന്നഹും, കാരണം മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ഇമ്മൽ മുഹാജിറൂന അവിൽ അൻസാറു വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകളായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ അൻസാറായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 കൂട്ടർക്കും ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാകും. ഈ 3-ൽ പെടാത്തവരായി മുസ്ലിമീങ്ങളിൽ ആരുമില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ മുഴുവനും പറഞ്ഞ ആയത്താകുന്നു ഇത്. വബയ്യന, ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു അന്ന ശൈന മൻ ജാഅ മിൻ ബഅദിൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകൾക്കും ശേഷം വരുന്നവരുടെ എല്ലാം നില അയ്യദ്കുറ സാബിഖീന, മുൻഗാമികളായിട്ടുള്ള ആളുകളെ അനുസ്മരിക്കണം. ആരാ മുൻഗാമികൾ? മുഹാജിറൂന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള മുന്നണിക്കാർ. സാബിഖീന എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള വസ്സാബിഖൂനൽ അവ്വലൂന എന്ന് അവരെ പറഞ്ഞു. ഞമ്മക്ക് നേരെ മുമ്പിൽ കഴിഞ്ഞവരെന്ന് മാത്രം മനസ്സിലാക്കണ്ട, എല്ലാ നന്മകളിലും മുന്തി നിൽക്കുന്നവർ, എല്ലാ പുണ്യങ്ങളിലും മുന്തി നിൽക്കുന്നവർ, എല്ലാ നന്മകളിലും മുന്തി നിൽക്കുന്നവർ ആ മുഹാജിർ അൻസാറുകളെ അനുസ്മരിച്ചു കൊള്ളണം. ബിദ്ദുആഇ, അവർക്ക് ദുആ ചെയ്തിട്ട് അനുസ്മരിക്കണം. യാസീനോദി ഇന്ന് ബദരീങ്ങളാട്ടിനെ നമ്മൾ യാസീനോദൂലേ ബദരീങ്ങൾക്ക്, മുഹാജിറുകൾ അൻസാറുകൾക്ക് യാസീനോദിയിട്ട് അനുസ്മരിക്കണം. വറഹ്മ, ഹൃദയത്തിന്റെ അകത്ത് അവരെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് കരുണ തോന്നണം, വെറുപ്പ് തോന്നരുത്, ദേഷ്യം തോന്നരുത്, പോര് തോന്നരുത്, ഹൃദയത്തിന്റെ അകത്ത് കരുണ തോന്നണം. ഫമല്ലം യകുൻ കദാലിക, ഈ തരത്തിൽ ഒരാള് വിശ്വാസി മുഹാജിറുകൾ അൻസാറുകളോട് ദുആയും റഹ്മത്തും ആവുന്ന തരത്തിൽ വന്നില്ലെങ്കിൽ ബൽ ദക്കറഹും ബിസൂ, എന്തലക്കമല ബദരീങ്ങൾ എന്നാണ് കേൾക്കുമ്പോഴേക്ക് തന്നെ പറയുന്നതെങ്കിൽ കാന ഖാരിജൻ മിൻ ജുംലത്തി അഖ്സാമിൽ മുഅ്മിനീൻ,
മുഅ്മിനീങ്ങളുടെ എല്ലാ വിഭാഗത്തിൽ നിന്നും അവൻ പുറത്തുപോയവനാകും. മുസ്ലിമീങ്ങളുടെ ഒരു വിഭാഗത്തിലും അവന് പെടാൻ വയ്യ. ബിഹസബി നസ്സി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ വ്യക്തമായ ഭാഷ്യമാകുന്നു ഇത് എന്ന് മഹാനായ ഇമാം റാസി തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്